ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറും 2 സെൻറ്റൻസ് ആണ്. കുറച്ച് വലിയ സെൻറ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ച സെൻറ്റൻസ് എന്ന് പറയുന്നത്, അവൾ എന്നും പത്രം വായിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് അവൾ പത്രം വായിച്ചില്ല എന്നാണ്. അവൾ എന്നും പത്രം വായിക്കാറുണ്ടായിരുന്നു, ആ ഒരു പതിവ് അവൾക്കുണ്ട്, പക്ഷേ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് അവൾ പത്രം വായിച്ചില്ല. അതിനൊരു കാരണം എന്താണ്? സമയമില്ല എന്നുള്ളതാണ്. സോ എങ്ങനെ നമുക്ക് ഈ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റും? അവൾ എന്നും പത്രം വായിക്കാറുണ്ടായിരുന്നു, അങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്നാണ് ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് യൂസ്ഡ് ടു എന്ന് പറയുന്ന ഒരു വേർഡാണ് അല്ലേ. യൂസ്ഡ് ടു നമ്മൾ മുമ്പേ ചെയ്തൊരു കാര്യം, പതിവുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂസ്ഡ് ടു. അപ്പോൾ അവൾ എന്നും പത്രം വായിക്കാറുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു റീഡ് ന്യൂസ് പേപ്പർ ഓൾവേസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൾ ദ ടൈം എന്ന് പറയാം. സോ ഷീ യൂസ്ഡ് ടു റീഡ് ന്യൂസ് പേപ്പർ ഓൾവേസ്. പിന്നെന്താ പറയുന്നത്? പക്ഷേ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് അവൾ പത്രം വായിച്ചില്ല. പക്ഷേ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് അവൾ പത്രം വായിച്ചില്ല എന്നാണ്. അപ്പം എങ്ങനെ പറയാം? ബട്ട് ടുഡേ ഷീ ഡിഡ്ന്റ് റീഡ് ന്യൂസ് പേപ്പർ. പക്ഷെ ഇന്ന് പത്രം വായിച്ചില്ല. കാരണം എന്താണ്? അവൾക്ക് സമയമില്ല എന്നാണ് അല്ലേ. ബിക്കോസ് ഷീ ഡിഡ്ന്റ് ഹാവ് ടൈം. അപ്പം എങ്ങനെയാണ് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഷീ യൂസ്ഡ് ടു read newspaper always, but today she didn't read newspaper because എന്താ കാരണം? Because she didn't have time. Okay, അപ്പോൾ എങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അവൾ എന്നും പത്രം വായിക്കാറുണ്ടായിരുന്നു. She used to, അല്ലേ? She used to read newspaper. She used to read newspaper always, അല്ലെങ്കിൽ all the time എന്ന് പറയാം കേട്ടോ. Always. അവൾ എന്നും പത്രം വായിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് അവൾ പത്രം വായിച്ചില്ല. But today she didn't read newspaper. She didn't read ന്യൂസ് പേപ്പർ ബിക്കോസ് എന്താ കാരണം? അവൾക്ക് സമയമില്ല എന്നാണ് അല്ലേ. ബിക്കോസ് ഷീ ഡിഡ്ന്റ് ഹാവ് ടൈം. ബിക്കോസ് ഷീ ഡിഡ്ന്റ് ഹാവ് ടൈം. സമയമില്ലാത്തത് കൊണ്ട് അവൾ ഇന്ന് പത്രം വായിച്ചില്ല. അപ്പോൾ അവൾ എന്നും പത്രം വായിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് അവൾ പത്രം വായിച്ചില്ല എന്നെങ്ങനെ പറയാം? ഷീ യൂസ്ഡ് ടു റീഡ് ന്യൂസ് പേപ്പർ ഓൾവേസ്, ബട്ട് ടുഡേ ഷീ ഡിഡ്ന്റ് റീഡ് ന്യൂസ് പേപ്പർ ബിക്കോസ് ഷീ ഡിഡ്ന്റ് ഹാവ് ടൈം. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്. നീ എന്നും ബസ്സിലല്ലേ പോകാറ്, ഇന്ന് എന്താ ഓട്ടോയിൽ പോയത്? നീ എന്നും ബസ്സിലല്ലേ പോകാറ്, ഇന്ന് എന്താ ഓട്ടോയിൽ പോയത്? എങ്ങനെ ചോദിക്കാം? എന്നും ബസ്സിൽ പോകാറാണ് പതിവ്, പക്ഷെ ഇന്ന് എന്താ ഓട്ടോയിൽ പോയത് എന്നാണ്. യു ഡോണ്ട് ഓൾവേസ് ഗോ ബൈ ബസ്. യു ഡോണ്ട് ഓൾവേസ് ഗോ ബൈ ബസ്. നീ എന്നും ബസ്സിലല്ലേ പോകാറ്, ഇന്ന് എന്തുകൊണ്ട് ഓട്ടോയിൽ പോയത് എന്നാണ്. വൈ ഡിഡ് യു ഗോ ബൈ ഓട്ടോ ടുഡേ? ഇനി എന്തുകൊണ്ട് ഓട്ടോയിൽ പോയി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഓട്ടോയിൽ പോയത്? അപ്പൊ എങ്ങനെയാ പറയാ? എന്നും ബസ്സിലല്ലേ പോകാറ്. യു ഡോണ്ട് ഓൾവേസ് ഗോ ബൈ ബസ്. വൈ ഡിഡ് യു ഗോ ബൈ ഓട്ടോ ടുഡേ? വൈ ഡിഡ് യു ഗോ ബൈ ഓട്ടോ ടുഡേ? എന്തുകൊണ്ട് ഓട്ടോയിൽ പോയി? ഓക്കെ, അപ്പൊ എങ്ങനെ പറയൂ? നീ എന്നും ബസ്സിലല്ലേ പോകാറ് എന്നെങ്ങനെ പറയാ? You don't always go by bus. Okay, go by bus. നീ എന്നും ബസ്സിലല്ലേ പോകാറ്. You don't always go by bus. നീ എന്നും ബസ്സിലല്ലേ പോകാറ്. Why did you go by auto today? Why എന്തുകൊണ്ട്? Did ഇന്ന് പോയത് ഓട്ടോയിൽ എന്തുകൊണ്ട് എന്നാണ്, കഴിഞ്ഞതിന് ശേഷമാണ്. സോ why did you go by auto today? ഇന്ന് എന്ത്
ഓട്ടോയിൽ പോയി, അല്ലെങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണ് ഓട്ടോയിൽ പോയത്. അപ്പോൾ എന്താ നമ്മൾ ഇന്ന് പഠിച്ചത്? നീ എന്നും ബസ്സിലല്ലേ പോകാറ്, നീ എന്താ ഓട്ടോയിൽ പോയത് എന്ന് ചോദിക്കണമെങ്കിൽ യു ഡോണ്ട് ഓൾവേസ് ഗോ ബൈ ബസ്, വൈ ഡിഡ് ഗോ ബൈ ഓട്ടോ ടുഡേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ലോങ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ മെത്തേഡ് പഠിച്ചു വെക്കുക. ഓക്സിലറി എവിടെ യൂസ് ചെയ്യണം, പ്രിപ്പോസിഷൻ എവിടെ യൂസ് ചെയ്യണം, അതുപോലെ കൺജക്ഷൻ എവിടെ യൂസ് ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ സെൻറ്റൻസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.